ഇതൊരു ടിവിയാണ്. ഓരോ കാപ്പ് കുടിച്ചിട്ട് നമുക്കിവിടെ കുറെ നേരം സംസാരിച്ചിട്ട് പോവാം. അയ്യോ വേണ്ട വേണു, ആരെങ്കിലും കണ്ടാൽ. ആരും കാണൂലെന്നേ, നീ വാ. വേണ്ട വേണു, നമുക്ക് പോവാം. വരൂന്നേ. വേണ്ട വേണു, വരൂ പ്ലീസ്. വരൂ. എക്സാമിന് പഠിക്കാനായി ഞാനെടുത്ത മുറിയാണ്. നീ എന്തിനാ വിഷമിക്കുന്നത്? ഇരിക്കേ, നമുക്കുടനെ പോകാം. വരൂ, നീ എവിടെ ഇരിക്ക. ഞാൻ പോയി കാപ്പിക്ക് പറയാം. ഓക്കെ? സാറേ, ബില്ലൊന്ന് കഴിയുന്നതും വേഗം പാസ്സാക്കി തരണം. അത് ഞാൻ ഏറ്റു. വേഗം വേണം. ഓക്കെ ഗോപി, കാണാം. വേണു, നീ എന്താ എവിടെ? ഗോപി ഇവിടെ? ഞാനിവിടെ താമസിക്കുന്ന ഒരു എഞ്ചിനീയറെ കാണാൻ വന്നതാ. നീ എന്താ എവിടെ? ഞാൻ പഠിക്കാനൊരു മുറിയെടുത്തു. ഇതല്ലേ നിന്റെ മുറി? നീ വേണുവിനോട് ഒന്നല്ലേ? വീട്ടിലേക്ക് നീ എന്ത് വിചാരിച്ചോണ്ടാടി അവനോട് പോയത്? നീ കുടുംബത്തിന്റെ മാനം നശിപ്പിക്കാൻ ജനിച്ചോടാടി. എന്തിനാണ് അവൾ കരയുന്നത്? അതവൾ കോളേജിൽ പോകാതെ കൂട്ടുകാരികളുമായി കറങ്ങി നടന്നതിന് ഞാൻ വഴക്ക് പറഞ്ഞതാ. ഓഹോ. ഞാൻ കാര്യം പറയും. നീ എന്റെ സ്നേഹിതനാണെന്നും പറഞ്ഞ് എന്റെ കൂടെ നടന്നത് ഇതിനാണോ? ഗോപി, ക്ഷമിക്കണം. അന്റെയും ഞാനും സ്നേഹത്തിലാണ്. ഞാനോട് ഒരിക്കലും ചതിക്കില്ല. സത്യമാണ് ഗോപി. നീ എന്നെ വിശ്വസിക്കും. എങ്കിലും എന്നത് ആവർത്തിക്കരുത്. നീ എഴുതേ അവിടെ ഇവിടെ നിന്ന് വിളിച്ചിട്ട് പോകരുത്. നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തരാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ? 14-ാം തീയതി എന്റെ അനുജത്തിയുടെ കല്യാണമാണ്. ഓ, ആഭരണം വാങ്ങിക്കാനുള്ള പണം അത് ഞാൻ എത്തിച്ചേരാം. ദേ, കർച്ചീഫ് അകത്ത് വെച്ച് മറന്നു. താങ്ക്സ്. ഹലോ ഹലോ. വരട്ടെ. ഹലോ, മിസ്റ്റർ കുറുപ്പല്ലേ?
ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല, നിങ്ങളിപ്പോ മിസ്റ്റർ പ്രഭയെ കാണാറില്ലേ? അല്ല, ഉള്ളിക്കിപ്പോ 2 വീടാണല്ലോ. നിങ്ങൾ അറിഞ്ഞില്ലേ ഇത്രയും അടുത്ത സുഹൃത്തുക്കളായിട്ട്? അയ്യോ, ഞാൻ വിചാരിച്ചു നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. നമ്മുടെ മരിച്ചുപോയ ബാലനല്ലേ, പ്രഭയുടെ സൂപ്പർവൈസർ, അയാളുടെ ഭാര്യ മാലതി. അവരും ചെറുപ്പമാണല്ലോ. പ്രഭയും അവരുമായിട്ട് അടുപ്പമാണെന്നോ എന്തൊക്കെയോ ഞാൻ കേട്ടു. ആ, പകല് മുഴുവൻ മിസ്റ്റർ പ്രഭ അവിടെ തന്നെ. വീട്ടിൽ ഇതിനെ ചൊല്ലി പ്രഭയും മിസ്സിസുമായിട്ട് വഴക്ക് വരെ നടന്ന ഞാൻ കേട്ടത്. നിങ്ങൾ ഇത്ര ക്ലോസ് ആയിട്ട് ഒന്നും അറിഞ്ഞില്ല. എന്തിനാ മിസ്റ്റർ നിങ്ങൾ എന്നോട് വിളിക്കുന്നത്? ആ ശരി, ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല. എനിക്കും ഇത് വിശ്വാസമായില്ല കേട്ടോ. ഓക്കെ, വെക്കട്ടെ. എന്തിനാ ഇങ്ങനെ നുണ പറഞ്ഞത് കുടുംബം നശിപ്പിക്കുന്നത്? എടിയ നുണയല്ല, ഉള്ളതാ, ഞാൻ കണ്ടതാണ്. പക്ഷെ എനിക്കിത് പറയാൻ കൊള്ളാവോ? എന്നാലും നമ്മളെന്തിനാ അത് പറഞ്ഞു നടക്കുന്നത്? ഹലോ, അദ്ദേഹം ഇല്ലല്ലോ, പുറത്തേക്ക് പോയി. എന്താ മിസ്റ്റർ ജി പി വിശേഷം? പ്രഭാകരനെ കുറിച്ചോ? ചേച്ചി, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാ എന്നോടിത് പറഞ്ഞു. പിന്നെ ഇതൊരു കുറ്റമായിട്ട് നമ്മൾ കാണണ്ട, ഒരു വീക്ക്നെസ് ആയിട്ട് കരുതിയാൽ മതി. മനുഷ്യരല്ലേ. മാലയാണെങ്കിൽ ചെറുപ്പം, പ്രഭാകരനാണെങ്കിൽ അത്രയ്ക്ക് പ്രായമായിട്ടില്ല. മിസ്റ്റർ ജി പി, പ്രഭാകരൻ ഇങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ആ ലക്ഷ്മിയുടെ കാര്യമാണ്. അതെ അതെ, അവരൊരു സാധു സ്ത്രീ, അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവര് തമ്മിൽ വഴക്കുണ്ടായെന്നോ, ലക്ഷ്മി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നോ, പ്രഭാകരൻ പോയി പിടിച്ചുകൊണ്ടുവന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. ശരി ജി പി. ഹലോ, എന്താ എന്തിനാ വിശേഷം? ഇതാര് പറഞ്ഞു? നോൺസെൻസ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്നലേക്ക് ഒരു ജോലിയില്ലേ? ലക്ഷ്മി, നിനക്കെന്താ? ഒന്നുമില്ല. എന്താ പറയൂ, സുഖമില്ലേ? എനിക്കൊന്നുമില്ല. ചേട്ടൻ മാലതിയുടെ വീട്ടിൽ പോയിരുന്നു? പോയിരുന്നു. നീ അതുവരെ ഒന്ന് ചെല്ല്. അവര് നാളെ അനുജത്തിയുടെ കല്യാണത്തിന് പോവാണ്. ചേട്ടാ, ആളുകൾ ഓരോന്ന് പറയാൻ തുടങ്ങി. ആരാ എന്താ പറഞ്ഞത്? ഇന്ദിര ഫോൺ ചെയ്തിരുന്നു. ചേട്ടൻ മാലതിയുമായി. എന്തിനാ മനുഷ്യരെ കൊണ്ട് വെറുതെ അതും ഇതും പറയിപ്പിക്കുന്നത്? ഓഹോ, ആളുകൾ ഇതും തുടങ്ങിയോ? എന്നോടും കുടുംബത്തോടും സ്നേഹമുള്ളവരായിരിക്കും. എന്നിട്ട് നീ അത് വിശ്വസിച്ചോ? കേട്ടപ്പോൾ വിഷമം തോന്നി. തോന്നണം, അല്ലെങ്കിൽ അവൾ ഭാര്യയല്ല. ലക്ഷ്മി, നിനക്കെന്നെ വിശ്വാസമില്ലേ? ഞാൻ നിന്റെ മാത്രമാണ്. മോളെ, ആ പുറപ്പിഞ്ഞതാ. മോളെ,
അച്ഛനൊന്ന് കറങ്ങിയിട്ട് വരാം. സിമന്റ് എല്ലാം അപ്പുറത്ത് കിടക്കുക. വല്ല കള്ളന്മാരും കയറിയാലോ? വല്ലവേ അയ്യോ ചേട്ടാ, അച്ഛനിപ്പോ വരും. മോളെ ഇപ്പോഴൊന്നും മോളെ പൊന്നമ്മേ, നീ കടകടച്ച് കിടന്നു. വല്ല കണ്ണന്മാരും വന്ന് കയറും. അച്ഛനെ കെട്ടിടം പണിയുന്ന സ്ഥലത്തേക്ക് പോവുക. നിന്റെ കണ്ട അമ്മേ, ഗോപി അറിയില്ലേ? പ്രഫേറ്റിന്റെ അനിയനാണ്. പിന്നെ ഞാനറിയില്ലേ? ഇവരൊക്കെ ഇങ്ങോട്ട് വരില്ലെന്നേ ഉള്ളൂ. മോനിരിക്കെ, ഞാൻ ചായ കൊണ്ടുവരാം. വേണ്ടമ്മേ, ഞങ്ങൾ ഇപ്പൊ കാപ്പ് കുടിച്ചോളൂ. നീ വാ. ഇതാ. വേണ്ട, എനിക്കിതൊന്നും ശീലമില്ല. ആഹാ, ശീലിച്ചിട്ടാണോ കുടിക്കുന്നത്? കുടിച്ചിട്ടല്ലേ ശീലിക്കുന്നത്? നീ കുടിക്കേ. പ്ലീസ്, എന്നെ നിർബന്ധിക്കാതെ. നീ എന്തോന്നാടാ ഒരുമാതിരി പെണ്ണുങ്ങളെ പോലെ ഇരുന്ന് മോങ്ങുന്നത്? എടാ, നമ്മുടെ ഈ പ്രായത്തിൽ അല്പസ്വല്പം ഒക്കെ ഇത് വേണം. കുടിയടാ. Cheers. It's all right, Gopi. Carry on. അച്ഛൻ കണ്ടു. അതിനൊന്നുമില്ല, നീ കുടിക്കേ. അച്ഛൻ ഇതിന്റെ മാസ്റ്ററാ. ഗോപി, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ സാർ? വരൂ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. Come on. ഇരിക്കൂ ഗോപി. ഗോപി, നിന്നോട് ഞാനത് എങ്ങനെയാ പറയാ? എങ്ങനെയാ പറയാതിരിക്കുക? എന്താ സാർ? അല്ല, ഒന്നുമില്ല. ബാലൻ മരിച്ചു. ആ കുടുംബത്തോട് നമുക്ക് സ്നേഹം തോന്നേണ്ടതാണ്, അവരെ സഹായിക്കേണ്ടതുമാണ്. സാർ, ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ തകരാറിലാക്കും. എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഗോപി, മാലതിയെയും കുട്ടിയെയും അവരെ നാട്ടിലേക്ക് പറഞ്ഞയക്കാൻ നല്ലത്. ഇനി എന്തിനാ അവിടെ വർത്തിരിക്കുന്നത്? ബാലേട്ടൻ മരിച്ചുടനെ ഞങ്ങൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഞങ്ങളുടെയും ബാലേട്ടന്റെയും കുടുംബബന്ധം വളരെ വലുതാണ്. അപ്പോ നീയും അത് അറിഞ്ഞിരിക്കുന്നു. എന്നാ പിന്നെ ഞാനൊന്നും പറയുന്നു. ഇല്ല സാർ. എന്താ പറയും? അത് പറയാൻ കൊള്ളാത്ത ബന്ധമാണ്. നിന്റെ ചേട്ടനും മാലതിയും തമ്മിൽ അടുപ്പമാണ്. അതെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇല്ല, ഞാനത് വിശ്വസിക്കുന്നില്ല. സാറിന് ആരും തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നീ വിശ്വസിക്കണ്ട. എന്നെങ്കിലും ഒരു ദിവസം നിനക്ക് കാണാൻ കഴിയും. അന്ന് നീ വിശ്വസിക്കും. ആ, നാളെ പ്രഭയുടെ സൈറ്റിലേക്ക് സിമെന്റ് പോകുന്നുണ്ട്. ആ ലോറി സിമെന്റ് നമ്മുടെ ഗോഡൌണിൽ ഇറക്കിയിട്ട് പകരം ഡ്യൂപ്ലിക്കേറ്റ് സിമെന്റ് കയറ്റി അയച്ചേക്ക്. കാര്യങ്ങളൊക്കെ ഞാൻ ഇടപാട് ചെയ്തിട്ടുണ്ട്. ഏതാ ലോറി? ആ, ഈ ട്രാം ഡ്രൈവർ. അവനൊരു 2000 രൂപ കൊടുത്തേക്കും. ശരി സാർ. എന്താ? ഇത് ഇറക്കി വെച്ചിട്ട് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് സിമെന്റ് കയറ്റിക്കോളൂ. ശരി സാർ.
ഇതെല്ലാം ഇറക്കി ആ ഗോഡൌണിന്റെ ഇടവശത്ത് വയ്ക്കും. വേഗം പോയിടാ. വരണടാ. അവിടെ അവിടെ വേഗം ഇറക്കടാ. ആ തറയ്ക്കോ. പീറ്ററെ, എന്താ ഇത്? നമ്മളുടെ ഗോഡൌണിൽ സിമെന്റ് ഇറക്കാൻ പറഞ്ഞത്? അത് സാർ പിന്നെ ആരാടാ ഇവിടെ വെക്കാൻ പറഞ്ഞത്? ജോണി സാറാ പറഞ്ഞത്.